എന്റെ മനസ്സിന് പിടിച്ച പോലെ മാത്രമേ ഞാൻ സദാസമയവും ചെയ്യാ. ഞാൻ എന്റെ മനസ്സിന് പിടിച്ച പോലെയാ ചെയ്യാ. എന്റെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നശിച്ചു പോയി. ജ്വാലാസിംഗന്റെ എല്ലാ ആഗ്രഹങ്ങളും ശിവ കാരണം എല്ലാം നശിച്ചു പോയി. നാശത്തിന്റെ വേറൊരു പേരാണ് ടോർണേഡോ. ഇതൊക്കെ അഹങ്കരിച്ച് പറയുമായിരുന്നു ഞാൻ. ആ ശിവയെ കണ്ടുമുട്ടിയതോടെ കാര്യം മനസ്സിലായി. നാശത്തിന്റെ പേരെന്തായാലും ടൊർണോഡയാണ്. അതിനു മുമ്പ് വരുന്ന പേര് ശിവ എന്നാണ്. ഞാനിപ്പോ കോഞ്ഞാട്ടയായി. എന്താന്ന് വച്ചാല് എനിക്ക് പണമാണ് വലുത്. പക്ഷേ ഇപ്പൊ എനിക്ക് എന്റെ എല്ലാം തെറ്റി. വെച്ചാല് ശിവയാ വലുത്. എന്താ ഈ ശിവയ്യ ആരാണ്? അതെ, ആ പഴയ ശിവ. കവിത അറിയാത്തോണ്ട ഇങ്ങനെയൊക്കെ അങ്ങ് ഒപ്പിച്ചോ. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? താൻ എന്തുവാ പകൽ സ്വപ്നം കണ്ടോണ്ടിരിക്കുവാണോ? എരുതിയിൽ നിൽക്കുമ്പോൾ അവന്റെ ഒരു പോട്ട കവിത. ഇനി അടിപൊളിയാ. നിങ്ങൾ വേണേ കണ്ടോ. ഞാൻ അഹങ്കരിച്ചു പറഞ്ഞു നടന്നതാ. ഇനി എങ്ങനെ അടിപൊളി ആവാനാ? അന്ന് ഞാൻ ഈ അടിപൊളി എന്നുള്ള വാക്ക് പറഞ്ഞപ്പോ അവൻ എന്നെ അടിച്ചടിച്ച് പൊളിച്ച് കളിച്ചു വിട്ടേ. തെണ്ടിക്കുത്തുവാളെ എടുത്ത് വാടകയ്ക്കെടുത്ത ഡ്രസ്സായത്. ഞാനിതെങ്ങനെ സഹിക്കും? അവര് ഞാൻ എങ്ങനെ പകരം? കരയല്ലേ, നിങ്ങളിങ്ങനെ കരയല്ലേ. ഇനി ശിവയാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. അതെങ്ങനെയാ? എല്ലാ വേദനയ്ക്കും ഒരു മരുന്നുണ്ട് അനിയ. എന്നിട്ട് ശിവയ്ക്കുള്ള ചികിത്സ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് മനസ്സിലായില്ല. എലി ആയാൽ പോലും അവരുടെ മാളത്തിൽ സിംഹം അതായിരിക്കും. വേദ നഗരത്തിലെ സിംഹമാണ് ശിവ. ആ എലിയെ പോലെയുള്ള ശിവയെ നമ്മൾ എങ്ങനെയെങ്കിലും അവനെ കൈക്കലാക്കി അവന്റെ കഥ അവസാനിപ്പിക്കുന്നു. അവൻ മഹാകൗശലക്കാരനാണ്. അവനെ നഗരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ലെന്നേ. വരും, തീർച്ചയായിട്ടും വരും. നാം അവനെ തീർച്ചയായിട്ടും കൊണ്ടുവരും. അങ്ങനെ ശിവയുടെ ഒരു ഘട്ടം പൂർത്തിയായിരിക്കുന്നു. ഇതാ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പോകുന്നു. അതെ, അങ്ങനെ തന്നെ. ഇതാ സൈക്കിൾ എടുക്കുന്നു, കറക്കുന്നു, കല്ലിൽ കുത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു കല്ലിൽ നിന്നും മറ്റൊരു കല്ലിലേക്ക് അങ്ങനെ മാറി മാറി ചാടുന്നു. ഇത് കഠിനമാണെങ്കിലും ശിവ ധൈര്യം കൈവിടാതെ ഓരോ കല്ലിലേക്കും ചാടിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി. ഇതോ ശിവ നിലത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ശിവ എന്തായാലും ഈ ചാടത്ര ശരിയല്ല. ഒന്നുകൂടി പോയി ചെയ്യൂ. ഫോക്കസ് വേണം ശിവ, ഫോക്കസ്. നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യേ. സ്റ്റണ്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധ എങ്ങോട്ടും പോകാൻ പാടില്ല, അറിയില്ലേ? അതുമല്ലാതെ സൈക്കിളിന്റെ ഹാൻഡിൽ പിടിക്കുമ്പോൾ അത് നല്ല മുറുകെ പിടിച്ചിരിക്കണം. ശിവ, നീ ഒന്ന് സൈഡിലേക്ക് വരൂ. ആദ്യം സൈക്കിളിൽ കയറി ഒന്ന് കാണിച്ചു തരും. എന്നിട്ട് അതുപോലെ നീ പഠിച്ചാ മതി. ഞാനൊരു കോച്ച് മാത്രമാണ്, അല്ലാതെ ഈ സൈക്കിൾ സ്റ്റണ്ട് ഒന്നും നമുക്ക് പറ്റിയതല്ല. അതായത് ഈ ക്രിക്കറ്റിലെ കോച്ചൊക്കെ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കണം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ സിപ്പാഹി റാം സിംഗ് ആണ് സംസാരിക്കണേ. ലഡ്ഡു സിംഗ് ആണെങ്കിൽ അർജന്റായിട്ട് നിന്നെ വിളിക്കുന്നു. എന്തോ ഒരു എമർജൻസി ഉണ്ട്. ഓക്കേ, ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. ലഡു സിംഗ് സർ അർജന്റായിട്ട് വിളിച്ചിരിക്കുന്നു. ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ. നിങ്ങൾ എല്ലാരും വീട്ടിലേക്ക് പോയിക്കോ. ലഡു സിംഗ് സാറേ, എന്താ പറ്റിയത്? എന്തിനാണ് എന്നോട് ഇത്ര അർജന്റായിട്ട് വരാൻ പറഞ്ഞത്? അതിന് ഞാൻ നിന്നോട് വരാൻ പറഞ്ഞില്ലല്ലോ. ആരാ തന്നോട് പറഞ്ഞത്? രാം സിംഗ് പറഞ്ഞല്ലോ. രാം സിംഗോ? അങ്ങനത്തെ ഒരു പേരുള്ള ആള് ഇവിടെ ഇല്ലല്ലോ ശിവ. എന്റെ മനസ്സിന് പിടിച്ച മാത്രമേ ഞാൻ സദാസമയം ചെയ്യാ. നാശത്തിന്റെ വേറൊരു പേരാണ് എന്താന്ന് വെച്ചാൽ ഏറ്റവും വലുത് പടമാണ്. നോയിക്കോ, ഇനി അങ്ങോട്ട് നല്ല രസമായിരിക്കും. ഇത് ജ്വാല സിംഗ്, ടൊർണേഡോ, ചിങ്കാരയും ബാബയുമാണ്. ഇത് വില്ലൻസിന്റെ ഒരു റിവെഞ്ച് ആണ് ലഡു സിംഗ് സാറേ. എന്നെ അവിടുന്ന് പറഞ്ഞു വെച്ചിട്ട് എന്റെ കൂട്ടുകാരെയൊക്കെ അവര് വളച്ചു. എനിക്ക് പോയാ പറ്റൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് വരൂ. ശിവ, ഇന്ന് ഡിപ്പാർട്ട്മെന്റ് ഹെലികോപ്റ്റർ ഇവിടെ തന്നെ ഉള്ളത്. നമുക്ക് അതിലെല്ലാം പോവാം. ഇങ്ങനെ പറന്നു പോവാം.
കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ഹെലികോപ്റ്ററിൽ പോവാൻ സാധിക്കില്ല. ഇവിടെ ഇറങ്ങാനേ പറ്റുള്ളൂ. പെട്ടെന്ന് ആ റോഡ് ബ്ലോക്ക് ചെയ്താലേ ശരിയാകുള്ളൂ ലഡു സിംഗ് സർ. ഞാൻ കാട്ടിനകത്തേക്ക് അവരന്വേഷിച്ചു പൊയ്ക്കോളാം. കേട്ടോ പൈലറ്റ് സാറേ, പെട്ടെന്ന് ഈ വാതിൽ ഒന്ന് തുറന്നു തരൂ. എന്താ? ശിവ പറയുന്ന അനുസരിക്ക് പിന്നിലത്തെ വാതില് തുറന്നു കൊടുക്കേ. ഇവിടുന്ന് ആരെങ്കിലും ഒരു അടി മുന്നോട്ട് വരാൻ നോക്കിയാൽ ഐ, നിങ്ങളെ പോലീസ് 4 ഭാഗത്തും വളഞ്ഞിട്ടുണ്ട്. എല്ലാരും കൈ പൊക്കി മര്യാദക്ക് പുറത്തേക്ക് വന്നോ, അല്ലെങ്കിൽ ഓരോരുത്തരായി ഞാൻ വെടിവെക്കും. ഐ, എന്തത്? ഐ, ഞാനിപ്പോ ഏത് വണ്ടിയിലാ വെടിവെക്കണ്ടേ? ഐ, ഒന്ന് നിന്നേ. ഐ, ആരെ ഞാനിപ്പോ ഷൂട്ട് ചെയ്യണ്ടേ? നിക്ക്. ഇപ്പൊ ലഡു സിംഗ് സാറ് കുടുങ്ങിപ്പോയി. എന്തായാലും ഞാൻ ഇവിടുന്ന് പോകുന്നതാ ബുദ്ധി. എന്തിനാ വെറുതെ കറങ്ങുന്നത്? നിങ്ങളോടുള്ള ഞാനൊന്ന് നിക്കാൻ പറഞ്ഞ. ലഡു സിംഗ് സാറേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കറങ്ങുന്നത്? അല്ല, ഗുണ്ടകളൊക്കെ എവിടെ പോയി? അവര് ഭയങ്കരന്മാരാണ്. അവര് വല്ലാതെ അങ്ങ് വട്ടം കറക്കി എന്നെ, അറിയോ? എനിക്ക് ആകെ അങ്ങ് തല ചുറ്റിപ്പോയി. അല്ല, നമ്മൾ വന്ന ഹെലികോപ്റ്റർ അവിടെ പോയി. ഐ, ഛേ, അയാളും പോയി. നിർത്തണ്ട, തകർത്തുകളാ ശിവേ, എന്നിട്ട് തട്ടിയിട്ടിട്ട് പൊക്കോളൂ. ഈ ശിവയെ കാണുന്നില്ല, എങ്ങോട്ട് പോയത്? ഓടി കാണും ചക്കൻ. എടോ, തന്റെ കാറിന്റെ മുകളിൽ അവൻ സൈക്കിളിൽ നിപ്പുണ്ട്. ശിവ, വാൻ വരയ്ക്കും എത്താൻ പാടില്ല. ഇനി നല്ല രസമായിരിക്കും. പരലോകം പോയിക്കോ ശിവ.
എന്റെ മനസ്സിന് പിടിച്ച പോലെ മാത്രമേ ഞാൻ സദാസമയവും ചെയ്യാ. The whole thing is that എന്ന് വെച്ചാല് ഏറ്റവും വലുത് പണമാണ്. എന്റെ മനസ്സിന് പിടിച്ച മാത്രമേ ഞാൻ സദാസമയവും ചെയ്യൂ. ഇന്ന് ഈ ശിവയെ ഞാൻ വെറുതെ വിടൂല. ശിവ, ഇന്ന് നിന്റെ കഥ ഞാൻ അവസാനിപ്പിച്ചിരിക്കും. കുട്ടി മര്യാദക്ക് തിരിച്ചു പോ, ഇല്ലെങ്കിൽ നിന്നെ ഇടിച്ച് ചമ്മന്തിയാക്കും. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. എന്നാണ് അവന്റെ പേര്. അവനെവിടെയാണ്? ആ കുട്ടി എവിടെയാണെന്ന്? അവനെ കുട്ടിയെന്ന് പറയരുത് അങ്കിൾ, മൂക്കിന് ടിടി കിട്ടും കേട്ടോ. അല്ല, ഒരു കുട്ടിയെ ഇങ്ങനെയൊക്കെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ജാലസിംഗേ, ചെല്ല്, നല്ലോണം കൊടുത്തേക്ക്, അവനെ അങ്ങ് കാച്ചിയേക്ക്. ചെല്ല് ബാബാ, അടിക്കവനെ. ചിങ്കാര, നീ ചെന്ന് തല്ലവന്. ഇല്ല, നാശത്തിന്റെ മറ്റൊരു പേരാണ് ടൊർണാഡോ. ചെല്ല്, നീ തന്നെ ചെല്ല്. ഓക്കെ ഓക്കെ, ഞാൻ നിങ്ങളുടെ ബുദ്ധിമുട്ട് നിസ്സാരമാക്കി തരാം. അത്തല പിത്തല തവളാച്ചി, ചുക്ക് മിതിക്കുന്ന ചൂലാപ്പ, മറിയം വന്ന് വിളക്കൂതി, ഉണ്ട മണി സാരാ പിരഗോഡ്. അങ്കിൾ, ആദ്യം നിങ്ങൾ ഇങ്ങോട്ട് വരൂ. പോന്ന് പറയല്ലേ, എനിക്കറിയില്ല എത്രയല്ല ഓടിയാൻ പോകുന്നത്. പോയില്ലെങ്കിൽ അവന്മാർ എന്നെ എടുത്തിട്ട് ചവിട്ടും. ഇന്ന് പിടിച്ചോ, പിടിക്കേ. ഒന്നുമില്ലെന്നേ, അവന് ഞാൻ ഇടിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ കളിക്കോ? എന്താ അവൻ ചൊട്ടി വരുന്നത്? അവര് ഞാൻ ശരിക്കും ഇടിച്ച് പിഴിഞ്ഞിട്ടുണ്ട്. വയറ് അല്ല, അവന്റെ കഥ കഴിഞ്ഞെങ്കിൽ നീ എന്തിനാ പിന്നെ നിലം തപ്പണേ? അവന് ഇടിച്ചിടിച്ച് വന്നപ്പോ വിശപ്പ് കൊണ്ട് വയറ് കലങ്ങിയതാ. നിങ്ങൾ വേഗം ചെന്നോളൂ, അവൻ ഇടിച്ചില്ലാതാക്ക്. എന്റെ ഇടി കൊണ്ട് തന്നെ അവൻ ഇല്ലാതായി കിടക്കുക. ഓക്കെ, ഇനി അപ്പം ഞാൻ പോയിട്ട് വരാം. കൊറേ നാളെ ഇങ്ങനെ കൈയുടെ തരിപ്പ് തുടങ്ങിയിട്ട്.
പിന്നെ ഇപ്പോ ശിവയുടെ ശരീരത്തില് ശക്തി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോ പോയി അവനെ ഇപ്പൊ കൈകാര്യം ചെയ്തിട്ട് വരാം. ഇനി നിങ്ങൾക്ക് പോകാം. എനിക്ക് പേടിയായിട്ട് വയ്യ. രണ്ടുപേർക്കും ഒരുമിച്ചൊക്കെ പോയേക്കാം. ഞാൻ എത്തിയല്ലോ, നിങ്ങൾ എവിടേക്ക് പോകേണ്ട കാര്യമില്ല. എന്റെ മനസ്സിനെ പിടിച്ച പോലെ മാത്രമേ അങ്ങനെ ഒരു കാര്യം ഞാനിനി ഒരിക്കലും ചെയ്യില്ല. അടിപൊളി എന്നുള്ള വാക്ക് പറയാറായിട്ടില്ല. അടിച്ചു പൊളിച്ചില്ലേ അവര്. നാശത്തില്ലാതാക്കുന്ന ആദ്യത്തെ പേര്, രണ്ടാമത്തെ പേര്, മൂന്നാമത്തെ പേര് ശിവ. ശിവ ശിവ മാത്രമാണ്. The whole thing is that എന്ന് വെച്ചാല് ഏറ്റവും വലുത് ശിവയാണ്. ശിവ, നീ പേടിക്കണ്ട, ഞാനിതാ എത്തിക്കഴിഞ്ഞു. യു ഓൾ ആർ അണ്ടർ അറസ്റ്റ്. എന്താ ഇവന്മാര് ഇവിടെ കിടന്ന് ഉറങ്ങുകയാണല്ലോ. ശിവ, എണീക്കാൻ പറയാ. എടോ ഒന്ന് എണീക്കാൻ. എടാ പൊട്ടന്മാരത് ഉറങ്ങുന്ന സമയമല്ല, ജയിലിലേക്ക് പോകേണ്ട സമയമാണ്. ഗെറ്റപ്പ്.